താറാവ് കറി ഓപ്പണിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആവശ്യമുള്ള ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കണം. ഇത് കുറച്ചൊന്ന് മൂക്കണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് ചെറിയൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഞാനൊരു മീഡിയം സൈസിലെ 25 ചെറിയ ഉള്ളി എടുത്തേക്കുന്നത്. ഇതൊരു 2-3 ആയിട്ട് കട്ട് ചെയ്യണം, എന്നിട്ട് അത് ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു മീഡിയം സൈസിലെ സവാള, ഇനി ഇതിലോട്ട് 4 പച്ചമുളക് 2ആയിട്ട് കീറിയതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഇനി നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ഇവിടെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഈ തക്കാളി നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കണം. ചിക്കൻ മസാല ആയാലും മതി. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഈ പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ താറാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 1/2 കിലോ താറാവ് എടുത്തേക്കുന്നത്. ഇത് നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തൊന്ന് വെക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്കിന്നും കൂടെ ചേർത്തെടുത്തോ. എനിക്കത് വേണ്ടാഞ്ഞുകൊണ്ടാണ് എടുക്കാഞ്ഞത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ഒരുപാട് വേണ്ട. അതുപോലെ കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലൊന്ന് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം. തീ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ തീ കുറച്ച് ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ വെച്ചായിരുന്നു. ഇനി ഇതിലോട്ട് 1.5 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഞാൻ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർത്തേക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളതൊന്ന് കണ്ടു നോക്കണം. ഇത് ചേർത്ത് കൊടുത്താൽ നല്ല മണവും ടേസ്റ്റുമാണ്. എളുപ്പം അത് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് പറ്റും. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഈ താറാവിന് നല്ല വേവുണ്ട്, അതുകൊണ്ടൊരു 3/4 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പം നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം താറാവ് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലെ പൊട്ടാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ താറാവ് കറിക്ക് നമ്മൾ പൊട്ടാറ്റോ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പൊട്ടാറ്റോ നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്താൽ അതങ്ങ് വെന്ത് പോകും. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് തിരിച്ചും അടച്ച് വെച്ച് വേവിക്കണം. തീ കുറച്ച് വെച്ച് വേവിക്കാവോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം താറാവിന് നല്ല വേവുണ്ട്. ഇതിപ്പോൾ താറാവ് ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം ഒന്ന് വറ്റി എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഈ കുരുമുളക് പൊടി ഒരുപാടങ്ങ് പൊടിക്കരുത്, ഇതുപോലെ തരിതരിയായിട്ട് വേണം പൊടിക്കാൻ.
1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിലും കഴിക്കാനെടുക്കാം, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലായിരിക്കണം എടുക്കേണ്ടത്. ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിക്കണം, പോരാത്ത ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോണം. അതുപോലെ നിങ്ങൾക്ക് ഇതിന് കുറച്ചും കൂടെ ചാറ് വേണമെങ്കിൽ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളമില്ലേ, അത് കുറച്ചും കൂടെ ഒന്ന് കൂട്ടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല ചാറോട് കിട്ടും. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കണ്ട, നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണേ. താങ്ക്